താൽക്കാലികമായി ചിലപ്പോൾ നമുക്ക് തോന്നും ഈ ഉലമാഇന്റെ നിലപാടുകളും സമീപനങ്ങളും സ്വല്പം പിന്തിരിപ്പനാണെന്ന്. പക്ഷേ കുറച്ചുകൂടി കാലം കഴിയുമ്പോൾ മനസ്സിലാവും അവര് നേരത്തെ പറഞ്ഞതും കണ്ടതും തന്നെയാണ് സിദ്ധൌഷധങ്ങൾ എന്ന്. വിവേകം അവർക്കാണ്. രത്നങ്ങൾക്കിടയിൽ നിന്ന് കുപ്പിച്ചുകളിനെ കണ്ടെത്താൻ, കതിരും പതിരും വേർതിരിച്ച് പറഞ്ഞു തരാൻ തൗഫീഖും സനദുമുള്ള ഉലമാഉക്കളും സാദാത്യങ്ങളും നമുക്കുണ്ട്. അവരോട് അദബുണ്ടാകണം. ആ അദബില്ലാതായാൽ ദീനില്ലാതാകും. അദബിന്റെ പിറകെ മാത്രമേ അറിവിന് സ്ഥാനമുള്ളൂ. സ്വതന്ത്ര ചിന്തകർ, വ്യക്തി സ്വാതന്ത്ര്യവാദികൾ, മതത്തിനകത്തും പുറത്തുമുള്ള പ്രവണതക്കാർ, രണ്ടിലും എന്തേ പ്രശ്നം? വ്യക്തിപരമായി പ്രമാണങ്ങളെയും ദീനിനെയും വായിക്കുന്നു. ആ കൂട്ടത്തിൽ ഒരുവിധം ഏതാണ്ടല്ല മുസ്ലിം യുക്തിവാദങ്ങൾക്കും മലയാളത്തിൽ പൊതുയുക്തിവാദത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ സഹോദരൻ അയ്യപ്പനൊക്കെ തുടക്കം കുറിച്ചു എന്നതുപോലെ മുസ്ലിം യുക്തിവാദത്തിന് ആരാ തുടക്കം കുറിച്ചത്? സാക്ഷാൽ ചേകനൂർ. എത്ര വലിയ ബുദ്ധിശാലിയാണ്, എത്ര വലിയ പണ്ഡിതനായിരുന്നു. മനസ്സിലാക്കാനാണ്, ഞാൻ സമയം കവരുകയല്ല. ബാക്കിയാത്തു സാലിഹാത്തിൽ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് ഗസ്റ്റ് ഹൗസിൽ ഉറങ്ങിയതായിരുന്നു അദ്ദേഹം കാണിച്ച ഗുരുതരമായൊരു അച്ചടക്ക ലംഘനം. ഉസ്താദ് പിടിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാ അതിൽ കടന്നത്? അദ്ദേഹം പുകവലിച്ചിട്ട് അതിൽ കടന്നതായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ പുകവലിച്ചിട്ട് ഉറങ്ങിപ്പോയതാണ്. ഉസ്താദ് ചോദിച്ചു, അതിനെന്തെങ്കിലും ന്യായമുണ്ടോ? ചെയ്യാൻ പാടുണ്ടോ? അത് മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞു, ആ ചെയ്തത് ശരിയാണ് എന്ന് അൽഫിയയിലുണ്ടല്ലോ. സാധാരണക്കാർ 2 മിനിറ്റിനോട് ക്ഷമിക്കണം, ഉസ്താദുമാർക്ക് മനസ്സിലാവും. തർക്കടില്ലാതെ ഫതുഹുൽ മുയിലുണ്ട് എന്ന് പറഞ്ഞാൽ മസ്അല പറയുന്ന കിതാബാണല്ലോ. അൽഫിയ അറബ് നഹ്വിന്റെ ഗ്രാമറിന്റെ തത്വം പറയുന്നൊരു ഗ്രന്ഥമാണ്. അപ്പോൾ ചേകനൂരിനോട് ഉസ്താദ് ചോദിച്ചു, അൽഫിയയിൽ എവിടെ അത് പറയുന്നത്? ചേകനൂര് പറഞ്ഞു, പുകവലിച്ചിട്ട് ഗസ്റ്റ് ഹൗസിൽ ഉറങ്ങിയതിൻ്റെ ന്യായം അറബ് നഹ്വിന്റെ കിതാബിൽ എന്ന് പറയാൻ മാത്രം ബുദ്ധിശാലിയായിരുന്നു എന്നുകൂടി മനസ്സിലാക്കണം. അദ്ദേഹം മുഅറബ് മബ്നിയുടെ അധ്യായത്തിൽ ഒരു ബൈത്താണ് ചൊല്ലിയത്. വകുല്ലു ഹർഫിൻ മുസ്തഹിഖുൽ ലിൽ ബിനാ വല്ലസ്ലു ഫിൽ മബ്നി അൻ യുസക്കന. എന്താ അർത്ഥം? എല്ലാ ഹർഫും മബ്നിയാണ്. ഞാൻ നഹ്വ് പറയുന്നില്ല. മബ്നിയുടെ അടിസ്ഥാനം ഒടുവിൽ സുക്കൂൻ ചെയ്യപ്പെടലാണ്. ഒരു പക്ക നഹ്വിന്റെ വിഷയമാണ്. അദ്ദേഹം നിഘണ്ടു വെച്ചിട്ട് ഉസ്താദിന് വിശദീകരിച്ചു കൊടുത്തു. വകുല്ലു ഹർഫിൻ, എല്ലാ ഇഷ്ടികയും. ഹർഫ് എന്ന് പറഞ്ഞാൽ ഭാഷയിൽ ഇഷ്ടികയാണ്. മുസ്തഹിഖുൽ ലിൽ ബിനാ, മുറിയുണ്ടാക്കാനുള്ളതാണ്, കെട്ടിടമുണ്ടാക്കാനുള്ളതാണ്. വൽ അസ്ലു ഫിൽ മബ്നി, ഒരു മുറിയും കെട്ടിടവും ഉണ്ടായാൽ അൽ മബ്നിയാണ്. നമ്മുടെ പ്രമാദമായ ഞാൻ കടന്നിറങ്ങിയാൽ ആ മുറിയൊക്കെ ഇവിടെ ഉണ്ടല്ലോ, ആ മുറിയുടെ അടിസ്ഥാനപരമായ നിയമം അൻ യുസക്കന, ആരെങ്കിലും അതിൽ കയറി പാർക്കലാണ്, താമസിക്കലാണ് എന്ന് അൽഫിയുടെ ബൈത്തോതി ഉസ്താദിനെ ഉത്തരം മുട്ടിച്ചു അദ്ദേഹം. പക്ഷേ അതിൻ്റെ മുകളിൽ നിൽക്കുന്ന ആളാണ് ഉസ്താദ്. ഉസ്താദ് അതേ റജിസിൽ, അതേ വൃത്തത്തിൽ എടുത്തടിച്ച പോലെ പറഞ്ഞു, വകുല്ലു ഹൽകിൻ മുസ്തഹിഖുൽ ലിൽ ഫനാ വല്ലസ്ലു ഫിൽ ഇൻസാനി അയ്യുദ്ഫന വൽ ഖൽഖു മുസ്തഹിഖുൽ ലിൽ വകുല്ലു ഖൽഖിൻ, എല്ലാ സൃഷ്ടികളും മുസ്തഹിഖുൽ ലിൽ ഫനാ, നശിച്ച് നുരുമ്പാനുള്ളതാണ്. വൽ അസ്ലു ഫിൽ ഇൻസാനി, അദ്ദേഹത്തിന്റെ ചേകനൂരിന്റെ നഹ്വ് പാണ്ഡിത്യം അൽ മബ്നിയാണ്, പ്രമാദമായ ഈ മുറി അതേ നഹ്വിന്റെ നിയമമാണ്. വൽ അസ്ലു ഫിൽ ഇൻസാനി, എൻ്റെ മുമ്പിൽ ഇപ്പൊ കയർക്കുന്ന തൻ്റെ അടിസ്ഥാനപരമായ നിയമം അന്യുദുഫന, ഏതോ ഒരു ചുവന്ന കുന്നിൽ കുഴിച്ചിടപ്പെടലാണ്. അറം പറ്റിയ വാക്ക്. ഒരുപക്ഷെ ഇന്നത്തെ ഒരു സാമൂഹിക ബോധം വെച്ച് നോക്കിയാൽ പദ്യം ചൊല്ലി ഉസ്താദിന് മറുപടി കൊടുത്ത കുട്ടിക്ക് ഒരുപക്ഷെ അവാർഡ് കൊടുത്തേക്കും. പക്ഷെ അന്ന് ആലോചിക്കണം, ഞാൻ ആരെയും ചെറുതാക്കാൻ വേണ്ടി പറഞ്ഞതല്ല.
ഒന്നും രണ്ടും മൂന്നും വേണ്ട 9 വരെ അദബാണ്, 10 ഇൽമ്. ഇതുകൂടി പറയാനാണ് മഹത്തായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. അതിൻ്റെ മഹത്തായ ശതാബ്ദിയുടെ സന്ദേശവും സാരോപദേശങ്ങളും നൽകാൻ വേണ്ടിയാണ് മഹാനരായ നമ്മുടെ അഭിവന്യ നേതാവ് സയ്യിദുൽ ഉലമ ഇവിടെ എത്തിച്ചേർന്നത്. ആ മഹത്തായ നേതൃത്വത്തിന് സമയവും വേദിയും ഒഴിഞ്ഞു കൊടുക്കാൻ വേണ്ടി ഞാൻ അവസാനിപ്പിക്കുന്നു. ഊസൈക്കും ബിദ്ദുആ വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.